ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ കാട്ടിൽ മേക്കത്തിൽ ദേവി ക്ഷേത്രത്തിലും പോകാനുള്ള പ്ലാനിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല, കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്, പരിചയപ്പെടുത്താം. ഇതാണ് അമ്മ, ഇതാണ് ചേച്ചി, ഇതാണ് ചേട്ടാ. അപ്പോൾ ബാക്കി വിശേഷം വരും വഴി. ഇത് നമ്മൾ കൊല്ലം ബൈപ്പാസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പാലമാണിത്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇതിലേക്കൂടെ പോകുമ്പോഴത്തേക്ക്. വൈകിട്ട് വരുമ്പോഴാണ് കുറച്ചുകൂടി ഒരു അടിപൊളി വ്യൂ. നല്ല സൺ നല്ല ചുമന്നിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫുൾ നല്ല റെഡ് കളറായിട്ട് കിടക്കുന്നത് കാണാം. ഈ ഹൈവേയുടെ പണി കിടക്കുന്നതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ച സ്പീഡിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. ഭയങ്കര മോശം അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യാനോ പ്രതികരിക്കാനോ ഒന്നും ആർക്കും സമയമില്ല. നമ്മളിതാ ഈ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലം അത്യാവശ്യം ഫേമസ് ഏരിയയാണ് കൊല്ലത്തെ. നീണ്ടകര പാലത്തിലൂടെയാണ് നമ്മളിതായി പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങ് കാണുന്നതാണ് നീണ്ടകര ഹാർബർ. നല്ല ഫ്രഷ് ഫിഷ് വേണമെങ്കിൽ അവിടെ വന്നാൽ നമുക്ക് കിട്ടും. നമുക്ക് ലേലം വിളിച്ചെടുക്കാം. ആ ഒരു രീതിയാണ് അവിടെ ഉള്ളത്. ബോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ വരും, ലേലം വിളിക്കും. നമുക്കും അതിൻ്റെ ഇടയിൽ പോയി ഇഷ്ടമുള്ള മീൻ ലേലം വിളിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഹൈവേയിൽ നിന്ന് ഇതാ അമ്പലത്തിൻ്റെ റോഡിലോട്ട് തിരിഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. ഒരുപാട് വട്ടം അമ്മ പോയി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഇവിടെ പോകണമെന്ന് പറഞ്ഞ് നിന്നിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം എനിക്കൊന്ന് അത്യാവശ്യം 1-2 വട്ടം ഇവിടെ പോയിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് പോകുന്നത്. സോ അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. കാരണം നമ്മളൊരു ജങ്കാറിൽ കയറിയാണ് ഇവിടെ പോകുന്നത്, അല്ലെങ്കിൽ തോണിയുമുണ്ട്. ഈ പോകുന്ന വഴി കുറച്ച് നേരമാണ് കേട്ടോ. ഒരു ബസ് വന്നാൽ നമുക്ക് ഒതുക്കാൻ അത്യാവശ്യം പാടായിരിക്കും. കാരണം ഒരു വണ്ടി കഷ്ടിച്ച് പോകാനുള്ള സ്ഥലമേ നമുക്ക് ഇതുവഴി ഉള്ളൂ. അങ്ങനെ നമ്മളിതാ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. പാർക്കിംഗ് നോക്കിയിട്ട് അത്യാവശ്യം എല്ലാം നല്ല ഫില്ലാണ്. ഇതാ റൈറ്റ് സൈഡ് ഫുൾ ഓട്ടോക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് ഓട്ടോ സ്റ്റാൻഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിന് ഒരു പുള്ളി കുടയും കാണിച്ചുകൊണ്ട് അങ്ങോട്ട് കൈ കാണിച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ പോയി തിരിഞ്ഞപ്പോഴേക്കും അവിടെ എങ്ങും സ്ഥലമില്ല. അപ്പോൾ ദേ ആ വരുന്നതാണ് നമുക്ക് പോകാനുള്ള ജങ്കാർ. ചേട്ടൻ നമ്മളെ എവിടെ ഇറക്കിയിട്ട് അപ്പുറത്ത് പോയി കാറ് പാർക്ക് ചെയ്തിട്ട് വന്നു. അമ്മ ഇതിൽ തന്നെ കയറണമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഇതാ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും അതെടുത്തു. ഇനിയിപ്പോൾ ഓടി അങ്ങോട്ട് ചെന്നിട്ട് വലിയ കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ അതും ആശ്വസിച്ച് ദാ പോണ ജങ്കാറിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നു. ആ പോണതാണ് തോണി. ചിലർ അങ്ങനെ തോണിയിലും കയറി അപ്പുറത്തെത്താറുണ്ട്. ഇവർക്കാർക്കും ധൈര്യമില്ലാത്തതുകൊണ്ട് തോണി കയറാൻ പേടി. ഞാൻ പറഞ്ഞതാണ് നമുക്ക് തോണി പോകാമെന്ന്. പിന്നെ അവരെ കൂടെ വന്നിട്ട് അവരെ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാനും ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് പോകാനുള്ള ജങ്കാർ അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് അടുപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ വന്ന് മെല്ലെ ആ ചാക്കിൻ്റെ അടുത്തോട്ട് വരാൻ. അങ്ങനെ അത് അടുക്കുമ്പോഴത്തേക്ക് നമ്മളെ അവിടെ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അടച്ചാണ് വെച്ചേക്കുന്നത്. അത് തുറക്കും. ഇവരെല്ലാം ഇറങ്ങി പോയിട്ടേ അത് ചെയ്യത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അവിടെ ഒരു ക്രൗഡ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരുവിധം ആൾക്കാരൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗേറ്റ് തുറന്നു. അമ്മ ഫ്രണ്ടിൽ നേരെ ഓടി ജങ്കാറിലോട്ട്. വലിയ ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മുടെ ഈ ഒരു ക്യൂവിൽ. അങ്ങനെ നമ്മൾ മെല്ലെ നടന്നു വന്ന് അതിൽ കയറി. അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ട് നമ്മളെല്ലാവരും കുട എടുത്തിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വെയിൽ കൊണ്ട് നമ്മുടെ ഉപ്പാട് വന്നേ. 2 ഇണക്കുരുവികളെ പോലെ ചേട്ടനും ചേച്ചി അവിടെ കുടയും പിടിച്ച് നിൽക്കുന്നു. അങ്ങനെ ഞാൻ മെല്ലെ അവിടെ ഉള്ള എല്ലാവരുടെയും വീഡിയോ ഇങ്ങനെ എടുത്തു. അമ്മ ഫ്രണ്ടിൽ കുടയും പിടിച്ച് നിൽപ്പുണ്ട്. നമ്മുടെ ജങ്കാറിൻ്റെ ഗേറ്റ് അടച്ചു. ഇത് അടച്ചിട്ട് അതിൽ ക്ലോസ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. കപ്പലെടുത്തിരിക്കുകയാണ്. നമ്മളങ്ങനെ കപ്പലിൽ പൊക്കോണ്ടിരിക്കുകയാണ്. വലിയ ദൂരമൊന്നുമില്ല. ഇപ്പുറത്തെ കരയിൽ നിന്ന് ജസ്റ്റ് കറക്കി അപ്പുറത്തെ കരയിലോട്ട് നിർത്തുന്നു. നമുക്ക് അങ്ങോട്ട് കാർ വഴിയും വരാം. പക്ഷേ അത് കുറച്ച് ചുറ്റാണ് നമ്മൾ ഈ കൊല്ലത്തുനിന്ന് വരുന്നവർക്ക്. കായൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തോണിയിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അതാകുമ്പോൾ വേഗം പൊക്കോളും. ഇതേ കണക്ക് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തോണി സർവീസ് പെട്ടെന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മറുകരയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മെല്ലെ ബോട്ട് അങ്ങോട്ട് അടുപ്പിച്ചു. നമ്മളെല്ലാവരും പതിയെ ഇറങ്ങി. ബോട്ട് നിർത്തിയ ഉടനെ എല്ലാവരും ഫ്രണ്ടിലോട്ട് വന്ന് അങ്ങോട്ട് ഇറങ്ങിക്കോളാൻ തിടുക്കം കാട്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ ബോട്ടിൻ്റെ ഗേറ്റ് മെല്ലെ തുറന്നു. നമ്മളെല്ലാം പതിയെ അമ്പലത്തിൻ്റെ കരയിലോട്ട് ഇറങ്ങി. ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. നമ്മളീ പോകുന്ന വഴിക്ക് അപ്പുറത്തും ഇപ്പുറത്തും കുറേ ഷെഡൊക്കെ കെട്ടി കടകൾ ഇഷ്ടംപോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ചില വിശേഷ ദിവസങ്ങളാകുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ കൂടുതൽ കടകൾ ഇവിടെ കാണാം. നിത്യോപക സാധനങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതലും. അമ്മയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊക്കെ വന്നു സാധനങ്ങൾ മേടിക്കാനും തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെ മേടിക്കണമെന്നുള്ള ലിസ്റ്റ് എടുക്കുകയാണ് അമ്മ അങ്ങോട്ട് പോകും തോറും. ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് കടലാണ് കേട്ടോ. എന്താണ് ഈ അമ്പലത്തിന് ഇത്ര വിശേഷത എന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ മറുപടി, സുനാമി വന്ന് എല്ലാം നശിച്ചു പോയപ്പോഴും ഈ അമ്പലം അതേപടി ഇവിടെ നിൽപ്പുണ്ടെന്നായിരുന്നു അമ്മ പറഞ്ഞത്. ഈ കാണുന്ന വഴിയാണെന്ന് തോന്നുന്നു കാറ് വരുന്നത്. അവിടെ കുറേ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കൊല്ലത്തുനിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കറങ്ങി വേണം വരാൻ. സോ ഈ ജങ്കാർ വഴി വരുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്താറായി. ക്യൂ നിന്ന് വേണം ഇവിടെ കയറാൻ. 2 വരിയായിട്ട് ക്യൂ അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റാർട്ട് ചെയ്യുന്നു തോന്നുന്നു. അമ്മ ആദ്യമേ ആരുമില്ലെന്ന് കണ്ടൊരു ക്യൂവിലോട്ട് ചാടിയും കയറി. പിന്നാണ് മനസ്സിലായത് വെയിൽ കാരണം അവിടെ തറയെ ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി തിരിച്ചോടി അപ്പുറത്ത് തണലുള്ളൊരു സ്ഥലത്തെ ക്യൂവിൽ പോയി നിന്നു. അവിടെ അത്യാവശ്യം ആളും ഉണ്ടായിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അമ്പലം അടച്ചേക്കായിരുന്നതുകൊണ്ട് ക്യൂവിൽ കുറച്ചധികം സമയം ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നു.
അങ്ങനെ മെല്ലെ ഞങ്ങൾ ഇങ്ങനെ ക്യൂയിലൂടെ നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ നമ്മളത് ആ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. അമ്പലത്തിനകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അമ്പലത്തിനകത്ത് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന ആചാരം, മണി കെട്ടുന്നത്. നമ്മൾ മണി കെട്ടി എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ചാൽ അത് നടക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ചുമ്മാ വന്ന് മണി കെട്ടിയാൽ പോരാ, എത്രയോ തവണ നമ്മളത് മുടങ്ങാതെ വന്ന് ചെയ്യണം, എങ്കിലേ നമ്മൾക്ക് ആ ആഗ്രഹം സഫലമാകൂ. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുടെ ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് അമ്പലത്തിൽ വരിക, തൊഴുക, പോവുക, നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുക. ബാക്കി കൂടുതലൊന്നും ആചാരങ്ങളിലോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. എന്നാൽ ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോഴും അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഇതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീണ്ടും ജങ്കാറിലേക്ക് കയറി. ഇപ്പം അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നതിനേക്കാളും. നല്ല വെയിലും. അതുകൊണ്ട് കുട എടുക്കാൻ തീരുമാനിച്ചു. അമ്മയുടെ കുട എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് തുറക്കുന്നില്ല. അങ്ങനെ അവസാനം അമ്മ കഷ്ടിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടയിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. ജങ്കാർ ഇപ്പോൾ എടുക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്നു. എന്നാൽ അവിടുന്ന് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തോറും അവർ ഓരോരുത്തർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവസാനം സഹി കെട്ട് ആ ചേട്ടൻ വന്നവരെ അവിടെ പിടിച്ച് നിർത്തി ജങ്കാറും എടുത്ത് ഞങ്ങൾ ദാ അപ്പുറത്തെത്തി. അപ്പോൾ ഇന്നത്തെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് പോകുന്നു. ബൈ ബൈ.